എത്ര കഷ്ടപ്പെട്ട് അലക്കിയ തുണിയാണ് ഇതൊക്കെ. ഫോണും കുത്തിപ്പിടിച്ച് അകത്ത് കിടന്ന് ഉരുളുന്നുണ്ടാകും. കാണിച്ചു തരാം ഞാൻ. ഇനി ഇതൊക്കെ എന്തിനു കൊള്ളും? ഷോ, പെട്ടെന്നാണല്ലോ മഴ പെയ്യണത്. ഞാനൊന്ന് പുറത്തു പോയി വരുമ്പോഴത്തേക്കും എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? ഹായ് ഹായ്, മഴ മഴ കുട കുട, മഴ വന്നാൽ പോപ്പിക്കുട. മഴ പെയ്തേ മഴ പെയ്തേ, പുരയുടെ മീതെ മഴ പെയ്തേ, മഴ പെയ്തേ മഴ പെയ്തേ, മുറ്റം നിറയെ മഴ പെയ്തേ, മഴ പെയ്തേ മഴ പെയ്തേ, തവളകൾ ചാടി രസിച്ചിടേ. ഒന്ന് മിണ്ടാതിരിയുടെ ഹംകെ. ഇജ്ജി മഴ പെയ്യണതൊന്നും കാണുന്നില്ലേ? മഴ പെയ്യണത് കാണുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ കൊട വെച്ചത്. ഇങ്ങളെന്തിനാ വല്യമ്മ നമ്മളോട് വെറുതെ ചൂടാവണത്? പിന്നെ ചൂടാവാണ്ട് ഞാൻ ഈ മുറ്റത്ത് നിറയെ അലക്കിയിട്ടിട്ടല്ലേ പുറത്തേക്ക് പോയത്. ഇതൊക്കെ മഴ പെയ്ത് നനയണത് നീ കാണുന്നില്ലേ? നമ്മളെ കണ്ണ് കാണുന്നുണ്ട്, ഇങ്ങളെ കണ്ണ് കാണുന്നില്ലേ? ഇങ്ങളെന്തിങ്ങനെ മഴയത്ത് നിൽക്കണത്? ഇങ്ങനെ മഴയത്ത് നിന്നിട്ട് വല്ല പനിയും പിടിപ്പിക്കാനാണോ? ഇമ്മച്ചിയെ ഇമ്മച്ചിയെ, ദേ ഈ വല്യമ്മയുടെ കളി കണ്ടോ? വല്യമ്മയുടെ മുറ്റത്ത് നിന്ന് മഴ കൊള്ളണോ? നമ്മൾ മഴ കൊള്ളുന്നുണ്ടെന്നോ? ഇജ്ജ് എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നെ നമ്മൾ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ മഴ കൊള്ളുന്നത്? ഏടാ, നമ്മൾ മഴ കൊള്ളണതല്ല. പിന്നെ മഴ കൊള്ളാതെ പിന്നെ ഇതെന്താ? അതല്ലടാ നമ്മൾ പറഞ്ഞത്. ഞാൻ പുറത്ത് പോയതാണ്. പുറത്ത് പോയി വരുമ്പോഴത്തേക്ക് പെയ്തതാണ് മഴ. ഓളയുടെ സൈന ഓക്കെ നമ്മൾ വച്ചിട്ടുണ്ട്. ആ, നമ്മളെങ്ങും ശ്രദ്ധിച്ചിട്ടില്ല. അമ്മച്ചി അകത്തുണ്ടെന്നാ തോന്നുന്നത്. എടാ, ഈ മഴ തിരിച്ചെടു പോകിയാ. നമ്മളെ ഒന്ന് പുറത്ത് പോയിട്ട് വേഗം വരാം. എടാ ഉസ്മാനെ, നീ ഇപ്പൊ എവിടെ പോകണ്ട. നല്ല ഇടിക്ക് സാധ്യതയുണ്ട്. ഒന്ന് പോ വല്യമ്മ, നമുക്കൊന്നും പേടിയില്ല. നമ്മളെ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ചെന്നിട്ട് വേഗം വരാം. എടാ ശ്രദ്ധിച്ചു പോകണേ, തോട്ടിന്റെ സൈഡിൽ കൂടി ഒന്നും പോകണ്ട. ഏയ്, നിങ്ങൾ പേടിക്കണ്ട വല്യമ്മച്ചേ, നമ്മൾ വേഗം വരും. ഷോ, ഈ കുട്ടികളുടെ ഓരോ കാര്യേ. ഇതിങ്ങൾക്ക് മഴയാണ് വെയിലാണെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല. അതെങ്ങനെയാ? ഇവിടെ ഒന്നില്ലേ? അതിന്റെ അല്ലേ മോനെ? എവിടെ പോയി കിടക്കുകയാണാവോ അവള്? സൈന, എടി സൈന, എടി സൈന, ഇജ്ജേരി ഉള്ളത്. എന്താ സുഖം മഴയത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ. ഷോ, ഒന്ന് വേഗം സ്കൂൾ തുറന്നാ മതിയായിരുന്നു. മഴയത്തെ കുടയും ചൂടി സ്കൂളിലേക്ക് പോകാൻ കൊതിയാവണു. ഈ മരത്തമ്മ നിറയെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരെണ്ണം പറിച്ചാലോ? മഴയത്തെ ഓറഞ്ച് പറിച്ച് കഴിക്കാൻ നല്ല രസമുണ്ടാകും. ഓ, പക്ഷെ എനിക്ക് ആ മരത്തിന്റെ മുകളിൽ എത്തില്ലല്ലോ. സാരമില്ല, മഴ ചോർന്നിട്ട് വേണമെങ്കിൽ വന്നിട്ട് പറിക്കാം. ഇനി അവിടെയും കൂടെ ഒന്ന് ചെന്ന് നോക്കാം. ആ സൈഡിലത്തെ തോട്ടിലെ നിറയെ വെള്ളമുണ്ടാകും. അവിടെ മീനുകളൊക്കെ ഉണ്ടോ എന്ന് ചെന്ന് നോക്കിയിട്ട് വേഗം വരാം. എടാ ഉസ്മാനെ, ഒന്നവിടെ നിക്കടാ. ഇത് ഞാനാണ് പിങ്കി മോൾ. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഷോ, ഇവന്റെ ചെവി പൊട്ടിയോ? ഇവനെന്താ വിളിച്ചിട്ട് അനങ്ങാത്തത്? എടാ ഉസ്മാനെ, പോകാതെ നീ ഒന്ന് തിരിഞ്ഞു നോക്കടാ. ഇത് ഞാനാ പിങ്കി മോള്. അതെവിടുന്ന ഒരു ശബ്ദം കേൾക്കണത്? എടാ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കടാ, ഞാൻ മഴയത്ത് പെട്ടു. നീയോ? അതെടാ ഞാൻ തന്നെയാ, ഞാൻ മഴയത്ത് പെട്ടു. നീ എന്നാ കൊടയിൽ എന്നെയും കൂടെ കൂട്ടുമോ? എടി, അതിന് ഈ കൊടയിൽ എനിക്ക് തന്നെ സ്ഥലമില്ല. പിന്നെ എങ്ങനെയാ നീയും കൂടെ നിൽക്കുക? അതൊന്നും സാരില്ലടാ, കുറച്ച് സ്ഥലം താടാ. ഞാൻ കുറേ നേരമായി മഴ കൊള്ളുന്നു. എടി പിങ്കി മോളെ, നീ മഴയത്ത് എവിടെയാ കൊട എടുക്കാതെ പോയത്? അത് ഞാൻ ആ ചേട്ടന്റെ കടയിൽ സാധനം മേടിക്കാൻ പോയതാണ്. പെട്ടെന്നാണ് മഴ പെയ്തത്. ഞാനാണെങ്കിൽ കൊട എടുക്കാനും വിട്ടുപോയി. മഴക്കോള് കണ്ടപ്പോഴേ ഞാൻ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. വേഗം വീട്ടിലേക്ക് തിരിച്ചതാണ്. പക്ഷെ മഴ പെയ്തു. എടാ നോക്കി നിൽക്കാതെ നീ ആ കൊടയിൽ എന്നെയും കൂടെ ഒന്ന് കയറ്റി. ഒന്ന് പോടി വിളയായിരുന്നു. ഇതിൽ നമുക്ക് തന്നെ സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇഞ്ചും കൂടി ഇതിൽ കയറാ? കുറച്ച് സ്ഥലം താടാ, അല്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതല്ലേ. ഇങ്ങനെ മഴ കൊണ്ടാ ഞാൻ പനി പിടിച്ച് കിടത്തത്തിലാകും, അത് ഉറപ്പാണ്. ആഹാ, ആ ബോധം നിനക്ക് ആദ്യം ഉണ്ടായിരുന്നില്ലേ? അവള് മഴക്കാലത്ത് കൊടയെടുക്കാതെ സർക്കിട്ടിന് ഇറങ്ങിയിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല പിങ്കി മോളെ. എടാ ഉസ്മാൻ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കൂടെ കുടയിൽ കയറട്ടെ. പിന്നെ എന്റെ കുടയിൽ അങ്ങ് കയറിയാൽ നിന്റെ കാല് ഞാൻ വെട്ടും. എടാ ഉസ്മാനെ, നീ ഇത് ദുഷ്ടനാടാ. നീയാണ് എന്റെ ഫ്രണ്ട്. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്ക് മടിയാണ്. നോക്കിക്കോടാ, നീ എന്തെങ്കിലും ആവശ്യം പറയുന്നത് എന്റെ അടുത്തേക്ക് വരില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ. ഫ്രണ്ടാണ് പോലും ഫ്രണ്ട്. ഇത്രയും വൃത്തികെട്ട ഫ്രണ്ടിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നോക്കിക്കോ, നീ